അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്. 2-3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് വന്നത്. നല്ല സുഖം ഇല്ല. അത് ദാമ്പത്യ ജീവിതത്തിനായാലും പ്രശ്നങ്ങളായാലും ഒന്നിത്തൊട്ട് ഒരേ പ്രശ്നങ്ങൾ. 3 ദിവസം കൊണ്ട് കണ്ടിന്യൂ ഫാമിലി പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത്. ഒന്നത്തെ കാര്യം, ഹെൽത്തൊന്നും നല്ല ഓക്കെ അല്ല. നിങ്ങൾക്കറിയാമല്ല, ഈ 20-ാം തീയതി ഹോസ്പിറ്റലിൽ പോകണം. എങ്ങനെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. കുട്ടികൾ 2 ദിവസം കൊണ്ട് പകലിവിടെ ഇല്ല. കുട്ടികൾക്കൊക്കെ ചുമയാണ്, കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, നജില ഷാൻ ആണ് വിഷയം. നജില ഷാൻ എന്ന് പറയുന്ന 2 പേര് ഒരുമിച്ച് ദാമ്പത്യം പോയി, ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ ഷാൻ്റെ കുറേ വൈകല്യങ്ങളും എൻ്റെ കുറേ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം. ഷാനൊരു കാര്യം പറഞ്ഞിട്ടാണ് എൻ്റെ വിവാഹ ജീവിതത്തിലോട്ട് വന്നത്. എന്താണ്? മദ്യപാനം എന്ന് പറയുന്നൊരു സംഭവം ഞാൻ നിർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ലൈഫിലോട്ട് വന്നത്. ഇന്ന് 2 ദിവസം കൊണ്ട് ഇവിടെ നാട്ടുകാർക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വൈകിട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. പിന്നെ ഇടപെടാനെന്ന് വെച്ചാൽ, നമ്മൾ പള്ളിക്ക സ്റ്റേഷനിൽ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടാണ്, സമക്ഷത്തിലാണ് ആദ്യം നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത്. എൻ്റെ സംരക്ഷണവും കുട്ടികളുടെ സംരക്ഷണവും ഷാൻ്റെ കയ്യിലാണ്. അപ്പം ഞാനിപ്പം റമദാൻ മാസമായിട്ട് എനിക്ക് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. പക്ഷേ ഷാന് ഒരു എന്താണ് എന്ന് വെച്ചാൽ, ഷാന് ലഹരി ഉപയോഗിക്കാതിരിക്കാൻ ഇപ്പം തീരെ പറ്റുന്നില്ല. മദ്യപാനം നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ ഉള്ള പ്രശ്നം. എൻ്റെ ജീവന്, കുട്ടികൾക്കൊരു പോറലും വരാതെ ഞാൻ നോക്കിക്കോളും. എൻ്റെ ജീവന് എന്തെങ്കിലും, കാരണം ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണേക്കാട്ടിയും ഭേദം ഞാൻ ഒറ്റയടിക്കങ്ങ് അവസാനിപ്പിക്കുന്നതാണ് എന്ന് ചിലപ്പോൾ തോന്നും. പിന്നെ വീഡിയോ ഇതിങ്ങനെ കിടന്നോട്ടെ. കാരണം എന്തെങ്കിലും നാളെ ഒരു ഭവിഷ്യത്ത് വരികയാണെങ്കിൽ, ഷാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വഭാവം, കുടിക്കുമ്പോൾ ഒരു സ്വഭാവം, കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയണേന്ന് അറിയത്തില്ല. നാട്ടുകാരാവട്ടെ വീട്ടുകാരാവട്ടെ എന്താവട്ടെ, ഒരു കാറെടുത്ത് കൊടുത്ത് അതിന് ചെയ്യാനിനി പണിയൊന്നും അതുമല്ല, ആ പോട്ടെ, എത്രയോ നഷ്ടപ്പെടുത്തി. ഇനി ഞാൻ എന്ത് വേണം എന്ന് നിങ്ങൾ പറ. നജില ഷാൻ എന്ന് പറയുന്ന വിഷയം പബ്ലിക്കിൽ വന്നത് എൻ്റെ ഉമ്മാരെ വോയിസിലൂടെയാണ്. അപ്പം വല്ലാത്തൊരവസ്ഥയാണ്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, കുട്ടികളെ കാര്യം പറ്റുന്നില്ല, വീട് മൊത്തം അലങ്കോലം. നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും സെപ്പറേറ്റ് പിരിയണം എങ്കിൽ പിരിഞ്ഞു പോവാം. ഇതതും ഇല്ല. കുടിച്ച് ബോധം നശിക്കുമ്പോൾ ഇവിടെ കയറി വരിക, ബഹളങ്ങളുണ്ടാക്കുക, നാട്ടുകാരെ മൊത്തം ചീത്ത വിളിക്കുക, പ്രശ്നം ഉണ്ടാക്കുക. എവിടത്തെ ന്യായമാണ്? എന്താണ്? റമദാൻ മാസത്തിനെ പോലും ബഹുമാനിക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്, നീ എന്തെങ്കിലും പോയി ചെയ്,
എത്രയോ ദിവസം കൊണ്ട് പറയണം എന്തെങ്കിലും പോയി ചെയ്യും, ഒരു 500 കാശ് കൊണ്ടുപോകാം. ഇതുമില്ല. അപ്പോഴേ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുപോകും. നിങ്ങളറിയണം, എൻ്റെ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കില്ല. എൻ്റെ മയ്യത്ത് ചവിട്ടിയിട്ട് കുട്ടികളെ വല്ലതും പറ്റും. അതിനു മുമ്പ് ഞാൻ ചിലപ്പം ഈ ലോകത്തോട് വിട പറയേണ്ടി വരുമോ എന്നറിയില്ല. ഒരു തെറ്റേ ചെയ്തോളൂ, വിശ്വസിച്ച് പോയി. അതിനിപ്പം സോഷ്യൽ മീഡിയയിൽ എനിക്ക് കൂടുതലൊന്നും വിസ്തരിച്ച് പറയാൻ പറ്റൂല. ഇനി ആര് കളിയാക്കിയാലും ഏവര് കളിയാക്കിയാലും എന്തുകൊണ്ട് വീഡിയോസ് ഇടുന്നില്ല, എന്തുകൊണ്ട് കാര്യങ്ങളൊന്നും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇതാക്കുന്നില്ല. ഒരു മനുഷ്യൻ നേരം വെളുത്ത് മദ്യപിക്കുക, അല്ലെങ്കിൽ മദ്യപിച്ച് നിൽക്കുക, ഇതൊക്കെ നിങ്ങൾ പറ, ദാമ്പത്യം ശരിയാവോ? കുടുംബജീവിതം നേരെ ആക്കോ? എൻ്റെ അടുത്ത് സ്നേഹിക്കുന്ന സമയത്ത് പറഞ്ഞത് വണ്ടി ഒതുക്കി 2 ഗ്ലാസ് കണ്ട കുടിക്കും എന്നാണ് പറഞ്ഞത്. ഇത് 2ഉം അല്ല, 3ഉം അല്ല, 4ഉം അല്ല. പിന്നെയാണ് കേസുകളൊക്കെ അറിയണത്. ഒരു മനുഷ്യൻ നന്നാവാൻ ഒരു നിമിഷം വേണം. ഒരുപാട് പ്രസ് ചെയ്ത് കൊണ്ടുപോകണം. ആരും എൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വിളിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മയാവട്ടെ, കാരണം വെച്ചാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഞാൻ ജീവിക്കാൻ എല്ലാം എടുത്തു ചെയ്തു കൊടുത്തു, ആളാക്കിയെടുത്തു, എല്ലാം ചെയ്തു. ബാക്കി കാര്യം മൊത്തം നശിപ്പിച്ചു. ഇതെല്ലാം എനിക്ക് വേണം. പക്ഷെ ആരും എന്നെ കൈവിട്ട് കളയരുത്. കൈവിട്ട് കളഞ്ഞാൽ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ന്യൂസിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയും. എൻ്റെ ചാനലിലൂടെ അല്ല. ഇപ്പം നജില ഷാൻ എന്ന് പറയുന്ന വ്യക്തി പിരിയണം എന്നൊരു, കാരണം ഈ ദാമ്പത്യ ജീവിതം കൊണ്ടിട്ട് 4 ലൈഫിലും ഏറ്റവും പൈശാചികമായ ഒരവസ്ഥ. ഗർഭകാലഘട്ടത്തിൽ ഒരു പരിഗണനയെങ്കിലും ഇത് മദ്യപിച്ച് നമുക്ക് മദ്യപിച്ചിട്ട് വരുമ്പോൾ നമുക്ക് സ്നേഹം കാണും. അതാ കാല് നിലത്ത് ചവിട്ടുന്നില്ല, ആട്ടം ഡ്രസ്സും, ഇത് മാത്രമല്ല ഈ ചുണ്ടിൻ്റെ അടിയിൽ വെക്കണതും, ഇതും എല്ലാം കൊണ്ടിട്ടും ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നല്ല രീതിയിൽ കൊണ്ടുവരും. പക്ഷേ ഉമ്മ പറഞ്ഞ പോലെ ആയിപ്പോയി. കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം. എല്ലാം നിങ്ങളറിയണം. ഇവിടെയൊക്കെ എല്ലാവരും അറിഞ്ഞു. വിശദമായിട്ട് വീഡിയോയിൽ വരാം. കുറച്ച് എന്താണ് കണ്ടീഷൻ എന്നൊക്കെ നോക്കട്ടെ. ഇങ്ങനെ ദേഹോപദ്രവം ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇങ്ങനെ എന്നെ ദേഹോപദ്രവം ചെയ്താൽ ഈമാൻ ഉറച്ച് ക്ഷമിച്ച് സഹിച്ച് ആരാരുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. സന്തോഷിക്കാനുള്ളവരൊക്കെ സന്തോഷിച്ചോളൂ. നിങ്ങൾ ആദ്യം എന്നെ കണ്ണീര് കണ്ടാണ് തുടങ്ങിയത്. എൻ്റെ അവസാനം കണ്ണീര് കണ്ടായിരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.